ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് എല്ലാ SLC വിദ്യാർത്ഥികൾക്കും, സ്റ്റേറ്റുകാർക്കും, CBSE-കാർക്കും ICSE-കാർക്കും ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും. ഇത് പറയുന്നത് സ്റ്റേറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, first question, find the relation between the terms in the first pair and complete the second pair. അപ്പോൾ ഒരു പെയർ എന്ന് പറഞ്ഞാൽ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഒരു പെയറാണ് ടങ്സ്റ്റൺ. അങ്ങനെയാണെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ഓഫ് ഹീറ്റിങ്ങിന് ഉള്ളൊരു പെയർ എന്താണ്? ഹീറ്റിംഗ് കോയിലിന്റെ ഒരു പെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിക്രോം നമുക്ക് നിക്രോം ചുട്ടുപഴുത്തിട്ട് ഉണ്ടാവുന്ന ഹീറ്റ് ഉണ്ടാവുന്ന, അതാണ് നമുക്ക് പ്രകാശമായിട്ട് കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഒരു മാർക്ക് ചോദ്യമാണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ നോട്ട് എ ഡിസ്ചാർജ് ലാമ്പ്? അപ്പോൾ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്ത ഓപ്ഷൻ സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, LED ലാമ്പ്. എല്ലാവർക്കും അറിയാം LED ലാമ്പ് ഒരു ഡിസ്ചാർജ് ലാമ്പ് അല്ല, ബാക്കി എല്ലാ ലാമ്പും ഡിസ്ചാർജ് ലാമ്പാണ്. ഇപ്പോൾ ഡിസ്ചാർജ് ലാമ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും. ആ ഇലക്ട്രോഡുകൾ അവിടെ കറണ്ട് വന്നു കഴിയുമ്പോൾ അത് ഹീറ്റ് ചെയ്ത് തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിന് റേഡിയേഷൻസ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് അവിടെ ലൈറ്റ് ഉണ്ടാവുന്നു. ആ ഹീറ്റ് എനർജിയോടെ ലൈറ്റ് എനർജിയായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് LED ലാമ്പാണ്. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് LEDയുടെ ഫുൾ ഫോം. ആൻഡ് ഇൻകാൻഡസെന്റ് ലാമ്പ് ബെയർസ് ദ മാർക്കിംഗ് 200 വോൾട്ട് 100 വാട്ട്. വാട്ട് ഡസ് 100 വാട്ട് ഇൻഡിക്കേറ്റ്? അപ്പോൾ നമ്മളോട് പറയാണ് ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ ടൈപ്പ് ബൾബാണ്, ഫിലമെന്റ് ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ മാർക്കിങ്ങിൽ 200 വോൾട്ടും 100 വാട്ടെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് നമ്മളോട് 100 വാട്ട് എന്താണ് ചോദിക്കുക? വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അപ്പോൾ ഈ ഒരു ബൾബ് 1 മണിക്കൂർ പ്രവർത്തിച്ചാൽ 100 വാട്ട് പവർ അതിന് വേണ്ടി വരും. അപ്പോൾ അതാണ്. അപ്പോൾ വാട്ട് ഡസ് 100 വാട്ട് ഇൻഡിക്കേറ്റ്? അതിന്റെ പവർ എന്ന് പറയുന്നത് 100 വാട്ട് എന്ന് പറയുന്നതിന്റെ പവറാണ്. അപ്പോൾ അതാണ് 100 വാട്ട് എന്ന് പറയുന്നത്. പവർ കൂടിയ ബൾബുകളാണെങ്കിൽ അതിന്റെ പ്രകാശം കൂടുതലായിരിക്കും, 100 വാട്ട്. ഒരു രസകരമായ ഒരു ചോദ്യം പല ഇതിലും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പല സിനിമയിലൊക്കെ നിങ്ങളുടെ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് എന്നുള്ളതാണ്, WATT വാട്ട്. ഓക്കെ, അപ്പോൾ ഒരു തമാശ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ നല്ലതാണ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? വാട്ട്, WATT വാട്ടാണ്. ഓക്കെ, ഇനി വാട്ട് ഡസ് 100 വാട്ട് ഇൻ പവർ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു മാർക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ഇറ്റ്സ് ഫിലമെന്റ്? ഈ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഭൂരിഭാഗം കുട്ടികളും പെട്ടെന്ന് അന്താളിച്ചു പോകും. വോൾട്ടേജ് തന്നിട്ടുണ്ട്, വാട്ടും തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസ് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആരെങ്കിലും V/I എന്നുള്ള വോൾട്ടേജ് ബൈ കറണ്ട്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് പവറാണ്. അപ്പൊ നമുക്ക് പവറിന് വെച്ചിട്ട് വോൾട്ടേജ് റെസിസ്റ്റൻസ് കണക്കുള്ള ഇക്വേഷൻ ആണ് P = V²/R എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് PR എന്ന് പറയുന്ന V² വരും, R എന്ന് പറയുന്നത് V²/P. ഈ ഇക്വേഷൻ ചെയ്ത് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് വോൾട്ടേജ് 200 വോൾട്ട് തന്നിട്ടുണ്ട്, പവർ 100 തന്നിട്ടുണ്ട്. അപ്പോൾ V² സ്ഥാനത്ത് 200²/100. അപ്പോൾ ഇത് 200 × 200/100. അപ്പോൾ ഈ 2 0 പോയി 200 × 2 400 ഓം ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, റൈറ്റ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് LED ലാമ്പ് ഓവർ ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ അപേക്ഷിച്ച് LEDക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ എല്ലാ അഡ്വാൻറ്റേജും ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ലോങ് ലൈഫ് സ്പാൻ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ LED ബൾബിനൊക്കെ മറ്റ് ബൾബിനെ അപേക്ഷിച്ച് അത്യാവശ്യം ലോങ്ങിവിറ്റി, ലൈഫ് സ്പാൻ കൂടുതലാണ്. അതുപോലെ എനർജി എഫിഷ്യൻസി ഹൈ ആണ്. വോൾട്ടേജ് ഓപ്പറേഷൻ, കുറഞ്ഞ വോൾട്ടേജ് മതി അതിന് വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ അത് കൺസെപ്റ്റ് ചെയ്യുന്ന പവർ ലോ പവർ കൺസെപ്ഷൻ ആണ്. നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഹീറ്റിന്റെ രീതിയിലുള്ള എനർജി ലോസ് LED ബൾബിനില്ല. പിന്നെ നോ UV എമിഷൻ. UV എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് ആണ്. അൾട്രാവയലറ്റ് എമിഷൻസ് ഒന്നും തന്നെ ഇല്ല LED ബൾബിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിനൊന്നും ഹാനികരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇത് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുക. മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഭൂരിഭാഗം നമുക്കറിയാം ഒരു 60% ഒക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുക, നല്ല മാർക്ക് വാങ്ങിക്കുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് റൈൻസ് തോമസ്.